ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് തുടങ്ങാൻ പോവാണ്. സോ ഇപ്പം അത്യാവശ്യം ചൂടുള്ളൊരു രാവിലെയാണ് ഇന്ന്. എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി ചെറിയതായിട്ട് മഴ പെയ്തുകൊണ്ട് ആ ചൂട് മണ്ണിലേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പം എന്താ പറയുന്നത് വെച്ചെന്നാൽ, ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം, എനിക്ക് ഫാമിലി വ്ളോഗ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള വ്ളോഗ്സ്. ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിലും, അതായത് ഫ്രണ്ട്സ് വളരെ കുറവാണ് ഇവിടെ, എല്ലാവരും അബ്രോഡാണ്. അപ്പം ഫാമിലി വ്ളോഗ്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള വ്ളോഗ്സ്, ഫിറ്റ്നസ് ആയാലും അങ്ങനെ വ്ളോഗ്സ് ഇത് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഇതിലൂടെ ഡെയിലി വ്ളോഗ്സ് വരുന്നിരിക്കുന്നത്. പിന്നെ എനിക്കറിയാം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര കുറവാണെന്നും പിന്നെ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല എന്നൊന്നും എനിക്കറിയാം. പക്ഷേ നമ്മളുടെ അടുത്ത് തന്നെ, അതായത് നെക്സ്റ്റ് 2 വീക്സിനുള്ളിൽ നമ്മൾ മൈക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അതായത് ഇന്നലെ ഞാൻ വ്ളോഗ് എടുത്തപ്പോൾ, ഇന്നലെ എന്തായിട്ടുള്ള വ്ളോഗിൽ ചില ഭാഗങ്ങളിൽ നമ്മളെ വോയിസ് കിട്ടുന്നില്ല. അതായത് വോയിസിന്, അതായത് ഞാൻ ഐഫോണിൽ സൂം ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഐഫോണിന് സൂം ചെയ്യുമ്പം വേറെ വോയിസും സൂം ഔട്ട് ചെയ്യുമ്പം വേറെ തരത്തിലുള്ള വോയിസും. അതായത് സൂം ഔട്ട് ചെയ്യുമ്പം നല്ല രീതിക്കുള്ള വോയിസും സൂമിങ് ചെയ്യുമ്പം എന്തോ ഒരു കലങ്ങിയൊരു വോയിസാണ് കേൾക്കുന്നത്. അപ്പം അധികം പറഞ്ഞ് പോകത്തില്ല, നമുക്ക് നേരെ റണ്ണിങ് ചെയ്യുമ്പോൾ. സോ തറവാട് വീട്. സോ അങ്ങനെ നമ്മൾ ഓടി പകുതിയെങ്കിലും കവർ ചെയ്തു. പക്ഷേ നമ്മളിന്ന് അധികം ഓടുന്നില്ല. എന്താ വെച്ചാൽ നമുക്കിന്ന് ലെഗ് ഡേ ആണ്. പിന്നെ ലെഗ് മര്യാദക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ നല്ലോണം ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ലെഗ് എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി വർക്ക് ചെയ്യുക. അതായത് നിങ്ങളിനി വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളായിക്കോട്ടെ, നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അതായത് ഒരു ദിവസമെങ്കിലും ഒരു 10,000 സ്റ്റെപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവുന്നത്ര നടക്കാൻ നോക്കുക. ഞാൻ ഒരു 2 മിനിറ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇരുന്നതാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഫിറ്റ്നസ് ആക്ടിവിറ്റികൾ ഏർപ്പെടുക. അതായത് ഡെയിലി അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളൊരു 3-4 ദിവസം മതി എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ആവും, ഷുവറാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് റണ്ണിങ്ങും ഫിറ്റ്നസ്സും ആണ് ചെയ്യുന്നത്. ഞാൻ ഡെയിലി ഫിറ്റ്നസ് അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി വെച്ചാൽ നിങ്ങളത് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരാളായിക്കോട്ടെ, നിങ്ങൾ ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും ചെയ്യാത്തതുകൊണ്ട് വരും. സോ നിങ്ങൾ ലൈഫിൽ വ്യായാമം ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഓക്കെ, നല്ല ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹെൽത്തി ഫുഡ് ഞാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. സോ ഇടയ്ക്ക് ഞാൻ ചീറ്റ് മീൽ കഴിക്കും. അപ്പം നിങ്ങളും പ്രോപ്പറായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാം, അതുപോലെ എക്സസൈസ് ചെയ്യാം. സോ അവിടെ ഒരു പശു പുല്ലുന്നുണ്ട്, ജസ്റ്റ് കാണിച്ചേക്കാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടം റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ജസ്റ്റ് ഒരു കാര്യം കൂടെ നിർത്തുക, ഓക്കെ, പോവാം. സോ അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് പോയിൻ്റ് കഴിഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളധികം കാലിന് പണി കൊടുക്കുന്നില്ല. കാരണം ലെഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഓടണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടാൻ വിചാരിച്ചു കൊടുക്കാം. സോ അപ്പം ബാക്കി അവിടെ എത്തിക്കണം. ഇതിൽ ഒരു 1/2 മണിക്കൂർ ഡെയിലി ഫിറ്റ്നസ്സിന് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഒരു 6 മന്തിനുള്ളിൽ ഭയങ്കര ചേഞ്ചിങ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഭയങ്കര വലിയ മാറ്റമായിരിക്കും. ഭയങ്കര വലിയ മാറ്റമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങൾ കൂടുതൽ ഫോക്കസ് നിങ്ങൾ ഫിറ്റ്നസ്സിലേക്കാക്കും.
അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തായാലും ആരായാലും നിങ്ങളെ ലൈഫിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾക്ക് ടൈം കിട്ടും. അതായത് അല്ലെങ്കിൽ ജിമ്മിന് പോകാൻ എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ ഒരു 3/4 മണിക്കൂർ ടൈം കിട്ടുകയാണെങ്കിൽ മടി കൂടാണ്ട്, അതായത് റീൽസ് നോക്കിയിരിക്കാണ്ട് ജിമ്മിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഓടാൻ ഇറങ്ങുക, അല്ലെങ്കിൽ ഇത്ര സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. ഒരു ചെറിയൊരു ഗോൾ ഉണ്ടാക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞ് വലിയ ഗോളിലേക്ക് പോവുക. ആദ്യം തന്നെ വലിയ ഗോൾ ഉണ്ടാക്കി അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഇതാണ്. അതാകുമ്പോൾ മടുക്കാണ്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോഴും മൈക്കിൻ്റെ ഇതുകൊണ്ട് എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൗണ്ട് കൂട്ടി പറയേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ, ഇന്ന് ലെഗ് ഡേ കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഓടുന്നില്ല പറഞ്ഞു. ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നമ്മളെ റെസ്റ്റ് ബെഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഇരുന്നിട്ടാണല്ലേ. സോ അപ്പം നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. പറയുന്നില്ല, നെക്സ്റ്റ് മന്ത് അല്ല, ഒരു 2 മന്ത് കഴിയും അത് ചെയ്യണമെങ്കിൽ. സോ ഇപ്പം എനിക്ക് വർക്കും കാര്യങ്ങളായി കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഈ വ്ളോഗ് ചെയ്യണം എന്നുള്ള രീതി കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു 1/2-3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ വ്ളോഗിങ്ങിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്ളോഗിങ്ങും ചെയ്യുക, നിങ്ങൾക്ക് വർക്കൗട്ടും ചെയ്യുക, നിങ്ങൾക്ക് ജോലിയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസ് ആയിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനും നോക്കുക. ഓക്കെ, റെസ്റ്റാണ് മെയിൻ. റെസ്റ്റും ഫുഡും പ്രോപ്പർ വർക്കൗട്ടുമാണ് മെയിൻ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോച്ചിൻ്റെ സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുക. നിങ്ങളുടെ അടുത്തുള്ള ജിമ്മിൽ ഏറ്റവും നല്ല കോച്ചാരെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ നോക്കുക. എന്നിട്ട് നിങ്ങൾ ബെസ്റ്റ് പേഴ്സണൽ ട്രെയിനിങ്ങിന് എടുക്കാൻ നോക്കുക. ഓക്കെ, അടുത്ത പറയാനുള്ള എൻ്റെ ഹെയർ ഫാളിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു 6 months ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 1 yearനുള്ളിൽ എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോകുമ്പോൾ ഒരു 2 വർഷം കഴിയുമ്പം തല മൊട്ടയാവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ ഫാമിലിയിലെ ഒട്ടുമിക്ക ആൾക്കും ഇങ്ങനെ കഷണ്ടി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ജെനറ്റിക്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്, അറിയില്ല. ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടുണ്ട്, അറിയില്ല. ഇനി 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. മുന്നൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല അടിപൊളി മുടി ഉണ്ടായതാണ്. ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാപ്പിട്ടായിരിക്കും വ്ളോഗിൽ വരിക. അത് എൻ്റെ അതായത് കഷണ്ടി ഉള്ളത് മറക്കാനൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് ക്യാപ്പ് ഇങ്ങനെ വെച്ച് ശീലമായതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും പോവാം, സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൻ്റെ ഒരു ബ്യൂട്ടിയാണ് നിങ്ങൾക്ക്. എൻ്റെ നാട്ടിലാണിത്. സോ ഇപ്പം 7:50 ഏകദേശം സമയം. ഇവർ പശുവിനുള്ള പുല്ല് ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ആണെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ വരണം. എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. സോ ഇതൊക്കെ കാണാൻ മഴക്കാലത്തും അല്ലെങ്കിൽ ആ ഒരു സീസണിലൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ കാഴ്ചയൊന്നും നമുക്ക് വേറെ എവിടെയും പോയാൽ കിട്ടില്ല. സോ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ വരണം, കേരളത്തിൽ തന്നെ ജനിച്ചവരായിരിക്കണം. എന്നാലും ഇങ്ങനത്തെ കാഴ്ച ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കും, അല്ലെങ്കിൽ കാണാൻ പറ്റും. ഈ വി ഷേപ്പിൽ തലകുത്തനെ നിൽക്കുന്ന സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ച് തരുമായിരുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഓക്കെ, സോ അത് രാജൻ ചേട്ടനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ പണിത്തിരക്കിലാണ്. നമ്മൾ പോയി ശല്യം ചെയ്യുന്നില്ല, നമുക്കറിയുന്ന ആളാണ്. സോ നമ്മൾ ശല്യം ചെയ്യുന്നില്ല. ചുന്നിലെ ഫുഡല്ല, ഫുഡെന്നും പറയാം. ഫുഡ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടൊന്നും ഇന്നല്ല, ഇതിൻ്റെ അപ്പുറം വലിയ വർക്കൗട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ട നാഴിയില്ലേ, പിറ്റ്ബുള്ളാന്ന് തോന്നുന്നു. ഇവനെപ്പം കണ്ടാൽ എന്നെ കണ്ട കുരക്കെന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. ഇനി അവിടെ മീൻകാരം വന്നുകൊണ്ടാണെന്ന് തോന്നുന്നറിയില്ല, പക്ഷെ എന്നാലും സ്റ്റിൽ ഭയങ്കര കുരയാണ്. നമ്മൾ ഏകദേശം ഓടി എത്താറായി. ഈ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. നമ്മൾ
ഇന്നത്തെ ഓട്ടം ഫുള്ള് കഴിഞ്ഞ് നമ്മൾ തറവാട്ടിൽ തിരിച്ചെത്തി. ഒരു 5 മിനിറ്റ് ഇരിക്കാം, എന്നിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നലെ അപേക്ഷിച്ചുള്ള ചെറിയ വ്ളോഗായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനെപ്പോഴും പറയുന്നത്, എന്നാലും ചെറുതാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു നടത്തം ഓട്ടമില്ല ഒരു ഇതായിരുന്നു. ലെഗ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ്. സോ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം ഡിസിപ്ലിൻഡായിട്ട് എല്ലാ ദിവസവും എന്തെന്നല്ല ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പിടിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് വ്ളോഗ് ചെയ്യാൻ തുടങ്ങാം. ഒരു വർഷം ഡെയിലി നിങ്ങൾ വീഡിയോ ഇട്ടും എന്നിട്ടും നിങ്ങൾക്ക് ഒന്നും, അതായത് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊന്നും കയറുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പരിപാടി എടുത്തിക്കോ. കാരണം അങ്ങനെ വരാനുള്ള ചാൻസ് ഒന്നുമില്ല. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഡെയിലി വ്ളോഗ്സ് ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ചെറിയ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. അത് ചില ആളുകളെ ഉപേക്ഷിച്ചാണ് അങ്ങനെ ഉണ്ടാവുക. ചിലർക്ക് പെട്ടെന്നായിരിക്കും ഗ്രോത്ത്, ചിലർക്ക് മെല്ലെ ഗ്രോത്ത് വരും. സോ ചിലവർക്ക് ഗ്രോത്ത് വരെയും ചെയ്യില്ല. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് 6 months ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഗ്രോത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമുക്കറിയില്ല എപ്പോൾ നമുക്ക് ഗ്രോത്ത് വരിക, അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വരുക, അങ്ങനെയൊന്നും അറിയില്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കരുപ്പോൾ. ഓക്കെ, നമ്മൾ തുടങ്ങിയിട്ട് നമ്മുടെ കാര്യം നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റായി ചെയ്യുക. ഇനി അങ്ങോട്ട് ലൈഫിൽ അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കാലം ചെയ്യാൻ പറ്റുമോ അത്ര കാലം നിങ്ങൾ ചെയ്യുക. 2 വർഷം എടുത്തേക്കാം, 3 വർഷം എടുത്തേക്കാം, പക്ഷേ നിങ്ങളുടെ റിസൾട്ട് വരുന്നേ ചെയ്യും. നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. വരും, എന്തായാലും വന്നേ പറ്റൂ. നിങ്ങളുടെ ലൈഫിനോട് എത്ര ആത്മാർത്ഥത കാണിക്കുന്നു, അത്രയും ആത്മാർത്ഥത നിങ്ങളുടെ ലൈഫ് നിങ്ങളോട് കാണിക്കും. സോ ഞാനതാ പറയുന്നത്, ആത്മാർത്ഥത ചതിച്ചു. സോ അപ്പം ഈ വ്ളോഗ്സ് ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സോ നമ്മൾ തറവാട് വീട് പരിസരം ഞാൻ വേറെ തന്നെ വ്ളോഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ജസ്റ്റ് ഇവിടെ അവിടെ മാങ്ങ കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, സോ തറവാട് വീടിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു വ്ളോഗിൽ ഏർപ്പെടുത്താം. സോ ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല. ഇതിന് ബാക്കിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് താമസം. അപ്പം ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വ്ളോഗായിട്ട് നാളെ കാണാം.